പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. രാവിലെക്കാലം കർത്താവിൻ്റെ പാദപീഠത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 9-ാം വാക്യം. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു, എൻ്റെ സ്നേഹത്തിൽ വസിക്കുവിൻ. പ്രിയ മക്കളെ, ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നാം ഇവിടെ ജീവിക്കുമ്പോൾ പിതാവ് തൻ്റെ പുത്രനെ എങ്ങനെ സ്നേഹിച്ചുവോ അതുപോലെ ആ സ്നേഹത്തിൽ നാമുമായിരിക്കണം. അത് എങ്ങനെയാണ് സാധിക്കുന്നത്? അതായത് ദൈവിക കൽപ്പനകൾ പ്രമാണിക്കുന്നതിൽ കൂടി മാത്രമേ ഒക്കുകയുള്ളൂ. യോഹന്നാൻ സുവിശേഷം 15:10 വായിക്കാൻ കഴിയുന്നത്, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. പ്രീതി മക്കളെ, ദൈവ സ്നേഹത്തിൽ വസിക്കണമെങ്കിൽ ദൈവിക കൽപ്പനകൾ പ്രമാണിക്കണം. ഹല്ലേലൂയ. ഈ ദിനങ്ങളിൽ കർത്താവിൻ്റെ കൽപ്പന പ്രമാണിച്ച് കർത്താവിൽ വസിക്കുന്നവരായി നാം ആയിരിക്കണം. എങ്ങനെയൊക്കെയാണ് ദൈവിക സ്നേഹത്തിൽ നിലനിൽക്കുവാൻ നാം എന്തെല്ലാം ചെയ്തെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്, ഹല്ലേലൂയ, നല്ല പ്രവൃത്തികൾ ചെയ്യുന്നവരായിരിക്കണം. റോമർക്കെഴുതിയ ലേഖനം 2:7 പറയുന്നു, നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്നത്, ഹല്ലേലൂയ, അത് ശുഷ്കാന്തിയോട് ചെയ്യണം. അതായത് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ നന്മ പ്രവർത്തിക്കുന്നതിൽ ശുഷ്കാന്തിയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ, നാം നല്ല പ്രവൃത്തി ചെയ്യുന്നവരായിരിക്കണം. അടുത്തതായിട്ട്, യഹോവയോട് ചേർന്നിരിക്കുന്നവരായിരിക്കണം. ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 12:14 പറയുന്നു, നിങ്ങൾ യഹോവയുടെ കൽപ്പനകളെ മറക്കാതെ യഹോവയെ ഭയപ്പെട്ട് അവനെ സേവിച്ച് അവൻ്റെ വാക്കനുസരിക്കുകയും നിങ്ങളും നിങ്ങളെ വാഴുന്ന രാജാവും നിങ്ങളുടെ ദൈവമായ യഹോവയോട് ചേർന്നിരിക്കുകയും ചെയ്താൽ കൊള്ളാം. പ്രിയ മക്കളെ, നോക്കൂ, ഹല്ലേലൂയ, നമ്മെ നയിക്കുന്ന, നമ്മോട് കൂടെ നിൽക്കുന്ന, ഹല്ലേലൂയ, ഓരോരുത്തരോട് ചേർന്ന്, യേശുപ്പച്ചനോട് ചേർന്ന് നിൽക്കണം. ഹല്ലേലൂയ. നമുക്ക് ശമൂവേൽ പ്രവാചകൻ തൻ്റെ ജനത്തോട് വ്യക്തമായിട്ട് പറയുകയാണ്, യഹോവയുടെ കൽപ്പനകളിൽ നിന്ന് മാറാതെ യഹോവയെ ഭയപ്പെട്ട് ദൈവിക അനുസരണത്തിൽ ദൈവവചനം മനസ്സിലാക്കി യഹോവയോട് ചേർന്നിരിക്കണം. യഹോവയെ ഭയപ്പെട്ട പൂർണ്ണ ഹൃദയത്തോടും പരമാർത്ഥതയോടും സേവിക്കണമെന്നാണ് 24-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നുണ്ട്. നോക്കൂ, യഹോവയോട് പൂർണ്ണമായി ചേർന്ന് നിന്നാൽ നമുക്ക് അവകാശമായി വാഗ്ദത്തമായിട്ട് പറഞ്ഞിരിക്കുന്ന ഹല്ലേലൂയ ഓരോ കാര്യങ്ങളും ലഭിക്കുവാനിടയായിത്തീരും. യോശുവയുടെ പുസ്തകം നാം വായിക്കുമ്പോൾ കാലേബിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. കാലേബ് പൂർണ്ണമായി യഹോവയോട് പറ്റി നിന്നു. അതായത് വിശ്വസ്തനായി യഹോവയോട് പറ്റി നിന്നതുകൊണ്ട് വാഗ്ദത്തം ചെയ്യപ്പെട്ട അവകാശം പൂർണ്ണമായി പ്രാപിച്ചു. യോശുവ 14:9 മുതലുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. അടുത്തതായിട്ട്, നാം ദൈവിക സ്നേഹത്തിൽ നിലനിൽക്കണമെങ്കിൽ ദൈവവചനത്തിൽ നിൽക്കുന്നവരായിരിക്കണം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8:31 പറയുന്നു, തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി. പ്രിയ മക്കളെ, നോക്കുന്ന, ക്രിസ്തുവിൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ മാത്രമേ രക്ഷയിൽ നിന്നുള്ള നിശ്ചയം ഉറപ്പാക്കിയുള്ളൂ. ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യനാകുവാൻ, ക്രിസ്തുവിൻ്റെ വചനങ്ങളെ അനുസരിക്കുന്നവരുമായി തീരുവാൻ ഹല്ലേലൂയ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ദൈവത്തിൽ വസിക്കണം, ദൈവവചനത്തിൽ നിൽക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ഈ ദിനങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവവചനത്തിൽ നമ്മൾ എപ്രകാരമാണ് വസിക്കുന്നത്, നാം നിലനിൽക്കുന്നത് എങ്ങനെയാണ്, നാം നമ്മെ തന്നെ ഒന്ന് വിലയിരുത്തണം. അടുത്തതായിട്ട്, ദൈവ കൃപയിൽ നിലനിൽക്കുന്നവരായിരിക്കണം. അപ്പോസ്തലപ്രവൃത്തികൾ 13:43 പറയുന്നു, പള്ളി പിരിഞ്ഞ ശേഷം യഹൂദന്മാരിലും ഭക്തിയുള്ള യഹൂദ മതാനുസാരികളിലും പലർ പൗലോസിനെയും ബർന്നബാസിനെയും അനുഗമിച്ചു. അവർ അവരോട് സംസാരിച്ച് ദൈവകൃപയെ നിലനിൽക്കേണ്ടതിനെ അവരെ ഉത്സാഹിപ്പിച്ചു. നോക്കൂ പ്രിയ മക്കളെ, ഹല്ലേലൂയ, നാം എത്രമാത്രമാണ് മറ്റുള്ളവരെ ദൈവകൃപയിൽ നിൽക്കുവാൻ വേണ്ടി അവരോട് പറയുന്നത്. ഹല്ലേലൂയ. ഇവിടെ നോക്കൂ, ബർന്നബാസും ഹല്ലേലൂയ പൗലോസിനെയും ഹല്ലേലൂയ അനുഗമിച്ച ഓരോ മക്കളോടും പറഞ്ഞു, നിങ്ങൾ ദൈവകൃപയിൽ നിലനിൽക്കണമെന്ന്. ഹല്ലേലൂയ. അടുത്തതായിട്ട്,
വിശ്വാസത്തിൽ നിലനിൽക്കണം. അപ്പോസ്തലപ്രവൃത്തി 14:22 പറയുന്നു, വിശ്വാസത്തിൽ നിലനിൽക്കണമെന്ന് നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തെ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സുറപ്പിച്ച്. ഹല്ലേലൂയ. നോക്കൂ, ക്രിസ്തീയ ജീവിതം ഹല്ലേലൂയ പ്രയാസകരമായിട്ടുള്ളതാണ്, കഷ്ടതയേറിയതാണ്. ഹല്ലേലൂയ. അത് നാം പറഞ്ഞു കൊടുക്കണം. പലരും വിചാരിക്കും ദൈവസന്നിധി വന്നുകൊണ്ട് കഷ്ടങ്ങളും ഭാരങ്ങളും ഒന്നുമില്ലെന്ന്. അല്ല പ്രിയ ദൈവമക്കളെ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ആ ലോകരക്ഷിതാവിലാണ് നാം ആശ്രയം വെച്ചിരിക്കുന്നത്. നാം വിശ്വാസത്തിൽ നിലനിൽക്കണം. അതായത് കർത്താവും രക്ഷിതാവും എന്ന നിലയിൽ യേശുവിലുള്ള ആ ദൃഢമായ വിശ്വാസം കാത്തു സൂക്ഷിക്കണം. സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് മാറാത്തവരായിരിക്കണം. ഹല്ലേലൂയ. അതായത് കൊലോസ്യർക്കെതിരെ ലേഖനം 1:23 കാണാൻ കഴിയുന്നുണ്ട്. ആകാശത്തിന് കീഴെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നു. നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവന്റെ മുമ്പിൽ നിലനിൽക്കുക. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മൾ ഹല്ലേലൂയ വിശ്വാസത്തിൽ നിലനിൽക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. നമ്മൾ പ്രത്യാശ കൈവിടാതെ ഹല്ലേലൂയ സുവിശേഷം പറയുവാൻ എപ്പോഴും നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം. അടുത്തതായിട്ട് നമ്മൾ ഹല്ലേലൂയ ദൈവിക സ്നേഹത്തിൽ നിലനിൽക്കണമെങ്കിൽ ദൈവത്തിന്റെ ദയയിൽ നിലനിൽക്കണം. റോമർക്കെതിരെ ലേഖനം 11:22 ആകയാൽ ദൈവത്തിന്റെ ദയയും ഖണ്ഡിതവും കാണുക, വീണവരിൽ ദൈവത്തിന്റെ ഖണ്ഡിതവും, നിന്നിലോ നീ ദയയിൽ നിലനിന്നാൽ ദയയും തന്നെ, അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും. പ്രിയമക്കളെ, ദൈവിക ഉപദേശങ്ങൾ ഹല്ലേലൂയ തുടരാതെ, അതായത് വിശ്വാസത്തിൽ നിലനിൽക്കാതെ ഇരിക്കുന്ന ഏതൊരു വ്യക്തിയെയും ദൈവം ഉപേക്ഷിക്കും, അതായത് ഛേദിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നാം ദൈവിക ദയയിൽ നിലനിൽക്കുന്നവരായി, വിശ്വാസത്തിൽ നിലനിൽക്കുന്നവരായി, കർത്താവിൻ്റെ ഹല്ലേലൂയ വചനങ്ങൾ പ്രമാണിച്ച്, കൽപ്പനകൾ പ്രമാണിച്ച് നടക്കുന്നവരായി, വിശ്വസ്തയോട് നിലനിൽക്കുന്നവരായിരിക്കണം. അടുത്തതായിട്ട് നമ്മൾ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. കൊലോസ്യർക്കെതിരെ ലേഖനം 4:2 പറയുന്നുണ്ട്, പ്രാർത്ഥനയ്ക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് ജാഗ്രതയോടിരിക്കണം. അതായത് പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. പ്രിയ മക്കളെ, ഹല്ലേലൂയ നോക്കൂ, ഹല്ലേലൂയ പ്രാർത്ഥനയിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ ബലഹീനതകളൊക്കെ, പലവിധമായ പ്രയാസങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. അതിൽ നിന്ന് മാറ്റി നിർത്തും. പക്ഷേ ഹല്ലേലൂയ നാം ക്രിസ്തീയ ജീവിതത്തിന് ആവശ്യമായ പ്രാർത്ഥനാ ജീവിതം നയിക്കുവാൻ നമ്മെ തന്നെ പൂർണ്ണമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. ഹല്ലേലൂയ. അടുത്തതായിട്ട് നോക്കൂ, ശരിയായ ഉപദേശങ്ങളിൽ ഇരിക്കണം. തീമോഥെയോസിന്റെ 1 ലേഖനം 4:16 നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക, ഇതിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രിയ മക്കളെ, ഹല്ലേലൂയ ദൈവവചനം പറയുന്നവരും അത് പ്രമാണിക്കുന്നവരായി, ദൈവവചനത്തിൽ വേരൂന്നി വളരുന്നവരായി തീരണം. ഹല്ലേലൂയ. ഇവിടെ നോക്കൂ, വിശ്വാസം കാത്തു സൂക്ഷിച്ച് ദൈവിക പ്രവർത്തനങ്ങൾ ഉറച്ചു നിന്ന് ഉപദേശം കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ദൈവവചനം പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല പ്രിയ മക്കളെ, ഹല്ലേലൂയ അത് പ്രമാണിക്കുന്നവരും അത് ജീവിതത്തിൽ പ്രായോഗികമാക്കുകയും ചെയ്യണം. അടുത്തതായിട്ട് പുത്രനിലും പിതാവിലും വസിക്കുന്നവരായിരിക്കണം. യോഹന്നാന്റെ 1 ലേഖനം 2:24 പറയുന്നു, നിങ്ങൾ ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കട്ടെ. ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ പുത്രനിലും പിതാവിനിലും വസിക്കും. ഹല്ലേലൂയ. നോക്കൂ, ആദ്യം മുതൽ എന്താണ് കേട്ടത്? ഹല്ലേലൂയ. പ്രിയ മക്കളെ, പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ഹല്ലേലൂയ, അതായത് 2 യോഹന്നാന്റെ ലേഖനത്തിൽ 6-ാം വാക്യം പറയുന്നുണ്ട്, നാം അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുന്നത് തന്നെ സ്നേഹമാകുന്നു. നിങ്ങൾ ആദ്യം മുതൽ കേട്ടതുപോലെ അനുസരിച്ച് നടപ്പാനുള്ള കൽപ്പന ഇതത്രേ. ഹല്ലേലൂയ. അതായത് അനുസരിച്ച് നടക്കുന്ന ആ ദൈവിക സ്നേഹത്തെ നമ്മൾ നിലനിൽക്കുന്നവരായിരിക്കണം. യോഹന്നാന്റെ സുവിശേഷം 14:23 യേശുവിനോട് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. പ്രിയ മക്കൾ, ഈ ദിവസങ്ങളിൽ ദൈവസ്നേഹത്തിൽ മുന്നേറുന്നവരായി തീരണം. ഹല്ലേലൂയ. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു, എൻ്റെ സ്നേഹത്തിൽ വസിക്കുവിൻ. ഹല്ലേലൂയ. ദൈവസ്നേഹത്തിൽ വസിച്ച് നമുക്ക് മുന്നേറാം. കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കാം. പ്രിയ മക്കളെ, ദൈവസ്നേഹത്തിൽ തന്നെ നമുക്കായിത്തീരാം. ദൈവത്തിൻ്റെ ഈ വചനത്താൽ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.
ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.